നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രഭിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. KPCC അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിലും രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിക്കും. കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. 16 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. KPCCയും UDFിലെ മുഴുവൻ ഘടകകക്ഷികളും എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു UDFിന്റെ തീരുമാനമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന്. അത് ഞങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. KPCC നേരത്തെ തന്നെ ആ തീരുമാനം അറിയിച്ചിട്ടുണ്ട്, എല്ലാ തലത്തിലും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം, ഇന്നെടുത്ത തീരുമാനം ദയവീത് ഞങ്ങളോട് പറയരുത്. ഞങ്ങളല്ല അത് പ്രഖ്യാപിക്കേണ്ടത്. ഔദ്യോഗികമായി AICC നേതൃത്വമാണ് പ്രഖ്യാപിക്കേണ്ടത്. അത് നാളെ രാവിലെ തന്നെ പ്രഖ്യാപിക്കും. നാളെ രാവിലെ തന്നെ ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. 4 UDF സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നാളെ മുതൽ 20 UDF സ്ഥാനാർത്ഥികളും ഫീൽഡിലിറങ്ങി പ്രവർത്തനം തുടങ്ങും. ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസ് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. വലിയ സർപ്രൈസ് ഉണ്ടാവും. അത് പേര് പറയില്ല. വലിയ സർപ്രൈസ് ഉണ്ടാവും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ നമ്മളെ ലിസ്റ്റിന്റെ അകത്ത് വരും, ഉറപ്പ്. എല്ലാരും എല്ലായിടത്തും ഉണ്ടാവും. എന്നാലും നിങ്ങൾക്കത് സർപ്രൈസ് ആയിരിക്കും. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, നേതാക്കൾ ഉറപ്പിച്ചു പറയുന്നു നാളെ രാവിലെ തന്നെ ഈ പട്ടിക പ്രഖ്യാപിക്കും എന്നുള്ളത്. ഇതിൽ സർപ്രൈസ് എന്താകും എന്നുള്ളതാണല്ലോ കൗതുകം. പ്രവിത, നാളെ രാവിലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരും. 16 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് നാളെ തന്നെ പ്രഖ്യാപിക്കും. കേരളത്തിലുള്ള ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത് വലിയ സർപ്രൈസുകൾ ഉണ്ടാകുമെന്നാണ്. ഒരു പക്ഷേ അത് സിറ്റിംഗ് MP മാർ മാത്രമല്ല, പുതുമുഖങ്ങളെയും ഒരു പക്ഷേ പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് അത്തരമൊരു മാറ്റം എന്നത് സംബന്ധിച്ച് അല്പസമയത്തിന് നമുക്ക് വ്യക്തമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കും. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരരംഗത്തുണ്ടാകും. എന്നാൽ മറ്റു ചില മണ്ഡലങ്ങളിലാകും വലിയ സർപ്രൈസുകൾ ഉണ്ടാവുക. എന്തായാലും വലിയ മാറ്റങ്ങളോടുകൂടി തന്നെയാകും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ പുറത്തിറക്കുക എന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം, അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നേതാക്കൾ വ്യക്തമാക്കിയത് വലിയ സർപ്രൈസുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ സിറ്റിംഗ് MP മാർ മാത്രം മത്സരരംഗത്ത് ഉണ്ടായാൽ മതി എന്നൊരു തീരുമാനമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിൽ KC വേണുഗോപാലിന്റെ അടക്കം പേരുകൾ ഉയർന്നിരുന്നു. അതിലെല്ലാം തന്നെ ഇന്നത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ഒരു പട്ടിക പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് KPCC നേതൃത്വം വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ സർപ്രൈസുകൾ എന്ന് പറയുമ്പോൾ സിറ്റിംഗ് MP മാരെ മാറ്റി മറ്റു ചില ആളുകളെയും ഒരുപക്ഷെ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അത് ആരൊക്കെയെന്ന് സംബന്ധിച്ചാണ് ഇപ്പോൾ ഒരു ചില പേരുകളെല്ലാം തന്നെ ഉയരുന്നത്. എന്തായാലും അതിലടക്കം ഒരു തീരുമാനം നമുക്ക് അല്പസമയത്തിന് തന്നെ പ്രതീക്ഷിക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആ ഒരു തീരുമാനം സ്വീകരിക്കട്ടെ എന്നാണ് നേരത്തെ ഹൈക്കമാൻഡ് അടക്കം നിലപാട് സ്വീകരിച്ചത്. പക്ഷേ അതിൽ രാഹുൽ ഗാന്ധി കൃത്യമായി അറിയിച്ചിരിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം നേതാക്കളെല്ലാം തന്നെ അത്തരമൊരു പ്രതീക്ഷ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കും തന്നെ ആ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പ്രഖ്യാപനമുണ്ടാകും. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ആഗോള സാങ്കേതിക വിദ്യാ പ്രദർശനമായ ലീപ് 2024 റിയാദിൽ സമാപിച്ചു. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 180 രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം IT കമ്പനികൾ പങ്കെടുത്തു. സൗദി ഫെഡറേഷൻ ഫോർ സൈബർ സെക്യൂരിറ്റി, തഹല്ലുഫ് കമ്പനി എന്നിവയുടെ സഹകരണത്തോടെ വിവര സാങ്കേതിക വിദ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ പ്രദർശനങ്ങളിലൊന്നായ ലീപ് 24 സംഘടിപ്പിക്കപ്പെട്ടത്. 4 ദിവസം നീണ്ടുനിന്ന പ്രദർശനമേളയിൽ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിവിധ സെമിനാറുകൾ നടന്നു. സൂം CEO എറിക് യുവാൻ, IBM ചെയർമാൻ അരവിന്ദ് കൃഷ്ണ, നോക്കിയ പ്രസിഡന്റും CEOയുമായ പെക്ക ലാൻഡ്മാർക്ക് മുതലായ പ്രമുഖർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു. മേളയോടനുബന്ധിച്ച് നടന്ന നിക്ഷേപക പ്ലാറ്റ്ഫോം യോഗത്തിൽ ആഗോളതലത്തിൽ ഭീമന്മാരായ നിരവധി കമ്പനികൾ സൗദിയിൽ ദശകോടികളുടെ നിക്ഷേപം നടത്തുന്നതിന് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ഒറാക്കിൾ, ഡെൽ, അവായ, SAP, ആമസോൺ, IBM, ആലിബാബ, ഹുവായ് ഉൾപ്പെടെ വിവര സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന 1800 കമ്പനികൾ മേളയിൽ പങ്കെടുത്തു. ഇതിനു പുറമെ നിർമ്മിത ബുദ്ധി, ഗെയിംസ്, സൈബർ സെക്യൂരിറ്റി മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രധാന കമ്പനികളും പ്രദർശനത്തിൽ സാന്നിധ്യം അറിയിച്ചു.
ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ നിരവധി ഇന്ത്യക്കാരും പ്രദർശനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഹലോ, ഞാൻ ട്രാങ്കുലിറ്റി IoT ഇൻ ബിഗ് ഡേറ്റ സൊല്യൂഷൻ എന്നാണ്. എൻ്റെ പേര് ഡോക്ടർ ഷൈജു സത്യദേവൻ എന്നാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വന്നതാണ് ഇവിടെ. ലീപ്പ് 2024 റിയാദ്, സൗദി അറേബ്യ. ഇത്രയും വലിയൊരു എക്സിബിഷൻ ഞാൻ പല സ്ഥലങ്ങളിൽ എക്സിബിഷന് പോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു എക്സിബിഷൻ കണ്ടിട്ടില്ല. സിറ്റിയിൽ നിന്ന് കുറച്ച് അകലെയാണെങ്കിലും വളരെ വിശാലമായൊരു എക്സിബിഷനാണ്. ഒരു 6-7 ഹോളുകളുണ്ട്. വിവര സാങ്കേതിക രംഗത്തെ തുടക്കക്കാർ, നിക്ഷേപകർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക, ഈ മേഖലയിൽ നിക്ഷേപത്തിനുള്ള ഭാവി രൂപപ്പെടുത്തുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടത്. സാങ്കേതിക രംഗത്തെ ഏറ്റവും പുതിയ ഒട്ടേറെ സംവിധാനങ്ങൾ സന്ദർശകർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് വൈകുന്നേരം പ്രദർശനം സമാപിച്ചത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. 3 ദിവസമായി ദുബായിൽ നടക്കുന്ന വേൾഡ് പോലീസ് സമ്മിറ്റ് സമാപിച്ചു. മേളയിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ സേനാ മേധാവികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സ്വയം നിയന്ത്രിത വാഹനങ്ങൾ, ഡ്രോൺ, സിഗ്നൽ ലൈറ്റ് ഉൾപ്പെടെ നൂതന സുരക്ഷാ സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചു. സാങ്കേതിക വിദ്യയുടെ വളർച്ച പോലീസ് സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയെല്ലാം സഹായിക്കുന്നുവെന്ന് തെളിയിക്കുന്ന മേളയാണ് സമാപിച്ചത്. സർവ്വമേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കാനും കുറ്റവാളികളെ എളുപ്പം കണ്ടെത്താനും സേനകൾക്ക് സഹായകരമായി രംഗത്തെത്തുകയാണ്. സ്വയം നിയന്ത്രിത റോബോട്ടിക് കാറുകൾ ഉൾപ്പെടെ ദുബായ് പോലീസ് മേളയിൽ പ്രദർശനത്തിനെത്തിച്ചു. മനുഷ്യന്റെ ഇടപെടൽ പരമാവധി കുറച്ച് റോബോട്ടുകളുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങളെ കണ്ടെത്താനും കുറ്റവാളികളെ പിടികൂടാനും സഹായിക്കുന്ന നിരവധി വാഹനങ്ങളുടെ വലിയ ശേഖരവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പുറകിൽ കാണുന്ന ഈ വാഹനം ഹൈവേകളിലെ പട്രോളിങ്ങിന് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. ഇതിനുള്ളിലെ ക്യാമറകൾ ആളുകളെ കണ്ടെത്തുകയും കുറ്റവാളികളിൽ നിന്ന് സംശയിക്കുന്നവരുടെ വിവരങ്ങൾ കൃത്യമായി പോലീസിന് കൈമാറുകയും ചെയ്യും. ഹൈവേകളിൽ വലിയ വാഹനങ്ങളാണെങ്കിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ, കാൽനട യാത്രക്കാർ ധാരാളമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം ചെറുവാഹനങ്ങളാണ് ഉപയോഗിക്കുക. ഇത്തരം റോബോട്ടിക് വാഹനങ്ങൾ അധികം വൈകാതെ തന്നെ നമ്മുടെ നിരത്തുകളിൽ കാണാനാകുമെന്നാണ് അധികൃതർ പറയുന്നത്. മോശം കാലാവസ്ഥ മൂലമോ സാങ്കേതിക തകരാറുകൾ മൂലമോ സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായാൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഡ്രോൺ സിഗ്നൽ ലൈറ്റുകൾ അബുദാബി പോലീസ് അവതരിപ്പിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഗതാഗതം നിയന്ത്രിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും ഗതാഗതം സുഗമമാക്കാനും ഇതുവഴി സാധിക്കും. ഒറ്റയടിക്ക് 40 മിനിറ്റ് വരെ സമയം പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന ഡ്രോൺ സിഗ്നൽ ലൈറ്റ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രവർത്തിക്കും. ആളുകളുടെ മുഖം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന എത്ര തിരക്കിനിടയിലും പോലീസിന് കുറ്റകൃത്യങ്ങളെപ്പറ്റി കൃത്യമായി വിവരം നൽകുന്ന ക്യാമറകളും മേളയിൽ ശ്രദ്ധേയമായിരുന്നു. AI സാങ്കേതിക വിദ്യയാണ് ഇവിടെയും താരം. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ 4 ട്രാക്കാണ്. അതിൽ ഒരു ട്രാക്കിൽ ഇപ്പം ഹെവി വെഹിക്കിൾ മാത്രം പോകാൻ പാടുള്ളൂ. അവിടെ സ്മോൾ വെഹിക്കിൾ വന്നാൽ അലേർട്ട് പോകും. അതുപോലെ തന്നെ ഹെവി വെഹിക്കിൾ സ്മോൾ വെഹിക്കിളിൻ്റെ ട്രാക്കിൽ വന്ന് അലേർട്ട് പോകും. പിന്നെ ലിറ്ററിങ്, ഫോർ എക്സാമ്പിൾ ആരെങ്കിലും എന്തെങ്കിലും ഗ്ലാസ്സിലൂടെ പുറത്തിടുവാണെങ്കിൽ ആ നമ്പറും ഇതും പിടിക്കും. ഇപ്പം ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ നടക്കുകയാണ്, അപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന അത്ര ആൾക്കാർ അതിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അലേർട്ട് പോകും. ഇത്ര അലേർട്ടായി നമ്പർ ഓഫ് പീപ്പിൾസ്. എന്താണെന്ന് നമ്മളൊരു ക്യാമറയിൽ തന്നെ എഡ്ജ് ടെക്നോളജി എന്ന് പറയും. ഈ ന്യൂ ടെക്നോളജിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മളൊരു ലൈൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര 100 ആൾ ഒരുമിച്ച് പോയാലും 100 എന്ന് വെച്ച് കൗണ്ട് ചെയ്യും. മാറുന്ന ലോകവും പുതിയ സാഹചര്യവും മുൻനിർത്തി പോലീസ് സേനകളുടെ സഹകരണം വിപുലപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ത്രിദിന ഉച്ചകോടിയിൽ സജീവ ചർച്ചയായി. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ദോഹയിലെ മൻസൂറയിൽ കെട്ടിടം തകർന്ന് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻസ് കോടതി തടവ് ശിക്ഷ വിധിച്ചു. കെട്ടിട ഉടമയ്ക്ക് 1 വർഷം തടവും അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയുടെ ഡയറക്ടർക്ക് 5 വർഷവും കൺസൾട്ടന്റിന് 3 വർഷവും തടവുമാണ് കോടതി വിധിച്ചത്. കെട്ടിട ഉടമയുടെ ജയിൽ ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചതായും പബ്ലിക് പ്രോസിക്യൂഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിക്ക് 5 ലക്ഷം റിയാൽ പിഴയും കെട്ടിട ഉടമയ്ക്ക് 20,000 റിയാൽ പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതികളായ പ്രവാസികളെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം ഖത്തറിൽ നിന്ന് നാട് കടത്തുമെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. 2023 മാർച്ചിൽ മൻസൂറയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനിടെ 4 നില കെട്ടിടം തകർന്ന് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചിരുന്നു.
ഖത്തറിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്യുന്നതിന് ഖത്തർ സെൻട്രൽ ബാങ്ക് പുതിയ സേവനം പുറത്തിറക്കി. ഡിജിറ്റൽ പേയ്മെന്റിനായി ഫവ്റാൻ എന്ന പേരിലാണ് സേവനം ആരംഭിച്ചത്. ഡിജിറ്റൽ പേയ്മെന്റ് ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നടപടി. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് ഖത്തർ സെൻട്രൽ ബാങ്ക് ഫോർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് പേയ്മെന്റ് സിസ്റ്റം അസിസ്റ്റന്റ് ഗവർണർ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖാലിദ് അൽ താനി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പണം കൈമാറുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. കുവൈറ്റിൽ 2000 മുതൽ ജോലിയിൽ പ്രവേശിച്ച മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കുമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ സബാഹ് കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിരവധി പേർ ജോലിയിൽ തുടരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ളയുടെ സ്മരണാർത്ഥം സൗദി കിഴക്കൻ പ്രവിശ്യ കാസർഗോഡ് ജില്ലാ KMCC ഏർപ്പെടുത്തിയ ചെർക്കളം അബ്ദുള്ള സ്മാരക അവാർഡിന് സൗദി കിഴക്കൻ പ്രവിശ്യ KMCC ഉപാധ്യക്ഷൻ സുലൈമാൻ കൂലേരിയെ തിരഞ്ഞെടുത്തു. വെള്ളിയാഴ്ച സൈഹത്തിൽ നടക്കുന്ന കാസർഗോഡ് ജില്ലാ KMCC കുടുംബസംഗമത്തിൽ അവാർഡ് നൽകുമെന്ന് ഭാരവാഹികളായ ഖാദർ അണങ്കൂർ, അറഫാത്ത് ഷംനാട്, ബഷീർ ഉപ്പള, നവാസ് അണങ്കൂർ എന്നിവർ അറിയിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം പാചക മത്സരവും കലാസാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ മത്സരത്തിൽ പങ്കെടുത്തു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ കൊണ്ടോട്ടിക്കാരുടെ കൂട്ടായ്മയായ കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാമാണ് പാചക മത്സരവും പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ച് കലാസാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ച് വ്യത്യസ്തത തീർത്തത്. ദമാം റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 22ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. രുചി വൈഭവങ്ങൾ തീർത്ത് പാചക മത്സരത്തിൽ ആയിഷ ഷഹീൻ 1ാം സ്ഥാനം നേടി. മൊഹസിൻ ഷിബിൽ, അമൃത ശ്രീലാൽ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കൊണ്ടോട്ടിയുടെ ചരിത്ര പാരമ്പര്യവും പൈതൃകവും വിവരിച്ച് ഫൈസൽ കൊണ്ടോട്ടി ദൃശ്യാവിഷ്കാരം നിർവഹിച്ച ഡോക്യുമെന്ററിയും സാമൂഹിക ബോധവൽക്കരണം ആസ്പദമാക്കിയുള്ള തീം ഡാൻസ് ഉൾപ്പെടെയുള്ള മറ്റു കലാപരിപാടികളെല്ലാം ശ്രദ്ധേയമായി. കൊണ്ടോട്ടിയൻസ് അറ്റ് ദമാം ഉപദേശക സമിതി അംഗം സി അബ്ദുൽ ഹമീദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. OP ഹബീബ്, EK സലീം, രഞ്ജിത്ത് വടകര, ജമാൽ വില്യാപ്പള്ളി, നാസു വക്കം, മുജീബ് കളത്തുൽ, സാജിദ റാട്ടുപുഴ, താജു അയ്യാറിൽ, ആസിഫ് താനൂർ എന്നിവർ ആശംസകൾ നേർന്നു. പ്രസിഡന്റ് ആലിക്കുട്ടി ഒളവട്ടൂർ, അഷ്റഫ് തുറക്കൽ, സിദ്ദീഖ് ആനപ്ര, ഷമീർ VP, റിയാസ് മറക്കാട്ട് തൊടിക എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. സുബൈറുദ്ദീനൂർ, 24 ദമാം. വൻ താരനിരയുമായി ദോഹയിൽ ഇന്ന് നടക്കാനിരുന്ന മോളിവുഡ് മാജിക് അവസാന നിമിഷം റദ്ദാക്കി. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് പരിപാടി റദ്ദാക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ മലയാള ചലച്ചിത്ര ലോകത്തെ ഒട്ടുമിക്ക താരങ്ങളെയും പങ്കെടുപ്പിച്ച് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഖത്തറിൽ സംഘടിപ്പിക്കാനിരുന്ന മോളിവുഡ് മാജിക്കാണ് അവസാന നിമിഷം റദ്ദാക്കിയതായി വിവരം ലഭിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ വേദിയായ 974 സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി ഖത്തർ സമയം 7-ന് തുടങ്ങാനിരുന്ന പരിപാടിയാണ് ഏതാനും മണിക്കൂർ മുമ്പ് റദ്ദാക്കിയത്. സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ വെല്ലുവിളിയും കാരണം പരിപാടി റദ്ദാക്കിയതായി സംഘാടകരായ 91 ഈവൻസ് സോഷ്യൽ മീഡിയ പേജ് വഴി അറിയിക്കുകയായിരുന്നു. കാണികൾക്ക് ടിക്കറ്റ് തുക 60 ദിവസത്തിനുള്ളിൽ തിരികെ നൽകുമെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഇതോടെ വൻതുക മുടക്കി ടിക്കറ്റ് എടുത്ത നിരവധി പേർ നിരാശയിലായി. പലരും സ്റ്റേഡിയത്തിലെത്തി മടങ്ങി. ടിക്കറ്റ് എടുത്ത് താരനിശ കാണാൻ വൈകിട്ടോടെ സ്റ്റേഡിയത്തിലെത്തിയവരെ പോലീസും സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ളവരും തിരിച്ചയക്കുകയായിരുന്നു. അതേസമയം ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചതിനുള്ള കാരണം സംഘാടകർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ 200-ലേറെ താരങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ ഖത്തറിൽ എത്തിയിരുന്നു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും 91 ഈവൻസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആഴ്ചകൾ മുമ്പ് കൊച്ചിയിൽ റിഹേഴ്സൽ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. നേരത്തെ നവംബറിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ച പരിപാടി പിന്നീട് മാറ്റിവെക്കുകയും ജനുവരി അവസാന വാരത്തിൽ പുതിയ തീയതി പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇന്ന് നടക്കുന്ന പരിപാടിക്കായി ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി താരങ്ങൾ ദോഹയിലെത്തുകയും ചെയ്തിരുന്നു. ദോഹയിലെത്തിയ ശേഷവും പരിശീലനം നടത്തി. വ്യാഴാഴ്ച ഉച്ചയോടെ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കാനിരിക്കെയാണ് പരിപാടി റദ്ദാക്കിയത്. അതേസമയം പരിപാടി റദ്ദാക്കാനുള്ള കാരണം അന്വേഷിക്കാൻ സംഘാടകരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. അൻവർ പാലേരി, 24 ദോഹ. വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ മക്കയിലെ കാക്കിയയിൽ പ്രവർത്തനം തുടങ്ങി. 2030ഓടെ സൗദിയിൽ 50 ഹൈപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
റിയാദിൽ ഏറെ പ്രശസ്തമായ ഹൈപ്പർ അൽ വഫയുടെ മക്ക മേഖലയിലെ തന്നെ ആദ്യത്തെ ശാഖയാണ് പുണ്യഭൂമിയായ മക്കയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മക്കയിലെ കാക്കിയയിൽ ഇബ്രാഹിം ഖലീൽ റോഡിലുള്ള അൽവാഹ ഷോപ്പിംഗ് മാളിലാണ് 75,000-ഓളം ചതുരശ്ര അടിയിൽ വിശാലമായ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ KP ബഷീറും സ്വദേശി പ്രമുഖരും ചേർന്ന് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വദേശികളും വിദേശികളുമായ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 2030 ആകുമ്പോഴേക്കും സൗദിയിൽ വഫ ഹൈപ്പർ മാർക്കറ്റിന്റെ 50 ശാഖകൾ എന്നതാണ് ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് CEO അബ്ദുൽ നാസർ പറഞ്ഞു. വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ അൽവഫ ഹൈപ്പർ മാർക്കറ്റ് 75,000 സ്ക്വയർ ഫീറ്റോടുകൂടി 1000 പാർക്കിംഗ് സൗകര്യത്തോടുകൂടി മക്ക കാക്കിയയിൽ ഇന്ന് ഞങ്ങൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായി ഇവിടുത്തെ ഭരണാധികാരികളോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. 2030 വിഷനിൽ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് 50 ഹൈപ്പർ മാർക്കറ്റാണ് അൽവഫ ഹൈപ്പർ മാർക്കറ്റ് അക്രോസ് സൗദി അറേബ്യയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വർഷം തന്നെ ജിദ്ദയിലും തായിഫ്, ദമാം, അൽഹസ എന്നിവിടങ്ങളിൽ റിയാദിലടക്കം 7 ഹൈപ്പർ മാർക്കറ്റുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഉദ്ഘാടന ദിവസം തന്നെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമദാനോടനുബന്ധിച്ച ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് വഫയിലെത്തിയത്. ഉംറ തീർത്ഥാടകർക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭിക്കുന്ന ഉംറ സൂക്ക് പുതിയ ശാഖയുടെ പ്രത്യേകതയാണ്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ, വസ്ത്രങ്ങൾ, പഴം, പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് വഫ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത്. HR മാനേജർ ജലീൽ, ഓപ്പറേഷൻ മാനേജർ ഫഹദ് അബ്ദുൽ ഖാദർ, മാർക്കറ്റിംഗ് മാനേജർ ഫഹദ് മേയോൺ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. അയൽവാസി തട്ടിയെടുത്ത് സ്വന്തം ഭൂമി തിരികെ ലഭിക്കാൻ വർഷങ്ങളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഒരു പ്രവാസി. എറണാകുളം മാലിപ്പുറം സ്വദേശി മാനുവൽ വിൻസെന്റ് ആണ് നീതി തേടി അലയുന്നത്. NRI കമ്മീഷൻ അടക്കം നിർദ്ദേശം നൽകിയിട്ടും ചെറുവിരൽ പോലും അനക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. സ്വന്തം ഭൂമിയിൽ കയ്യേറ്റമുണ്ടെന്നുള്ള ഈ പ്രവാസിയുടെ പരാതി ശരിയാണെന്ന് NRI കമ്മീഷൻ ഉൾപ്പെടെ പറഞ്ഞിട്ടും നടപടിയെടുക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. ഒരു വ്യാഴവട്ടക്കാലത്തിലേറെയായി കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഈ പ്രവാസി നീതിക്കായി. ഇത് മാനുവൽ വിൻസെന്റ്. കഴിഞ്ഞ 40 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുന്ന ഈ മനുഷ്യൻ ജന്മനാട്ടിൽ തനിക്ക് അർഹമായ നീതിക്കായി വർഷങ്ങളായി പോരാടുകയാണ്. എറണാകുളം മാലിപ്പുറത്തുള്ള തന്റെ സ്ഥലത്തിന്റെ ഒരു ഭാഗം സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ അയൽവാസി കയ്യേറി പിടിച്ചെടുത്തുവെന്നാണ് വിൻസെന്റിന്റെ പരാതി. അന്നു മുതൽ തന്റെ സ്ഥലം തിരികെ ലഭിക്കാനായി ഈ പ്രവാസി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. വിൻസെന്റിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ വർഷങ്ങൾക്ക് മുൻപേ ഉത്തരവിട്ടതാണ്. എന്നിട്ടും നടപടി ഉണ്ടായില്ല. പിന്നീട് NRI കമ്മീഷൻ വിൻസെന്റിന്റെ പരാതി അന്വേഷിച്ച് പരാതിയിൽ ന്യായമുണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞതാണ്. പക്ഷേ നടപടിയെടുക്കേണ്ട NRI കമ്മീഷനും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാങ്കേതിക പ്രശ്നമെന്ന ഒഴുക്കൻ മറുപടിയല്ലാതെ ഒരിടത്തു നിന്നും കൃത്യമായ ഒരു ഉത്തരവുമില്ല. NRI കമ്മീഷൻ ഇതിന് നടപടിയെടുക്കാൻ സർക്കാരിന് ഉത്തരവിട്ടു. അത് ഉത്തരവാണ്, ഇറ്റ്സ് ആൻ ഓർഡർ, ഗവൺമെൻറ് ഓർഡർ. പക്ഷെ അതിനെതിരെ അവർ സ്റ്റേ കൊടുത്ത് NRI കമ്മീഷന് അധികാരമില്ലെന്ന്. അതൊരു സാങ്കേതിക കാരണമാണ്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് പറയേണ്ടത് ഞാനല്ല, ഉദ്യോഗസ്ഥരാണ്. അത് ആര് ചെയ്യുമെന്ന് പറഞ്ഞാണ് അവരെ കൊണ്ട് ചെയ്യിക്കാൻ ബാധ്യസ്ഥനായ NRI കമ്മീഷൻ്റെ അല്ലെങ്കിൽ NRIയുടെ പ്രവാസികളുടെ പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും താല്പര്യമില്ല. ചീഫ് സെക്രട്ടറിക്ക് ഞാൻ എത്ര ഇമെയിൽ ചെയ്തു. ഇതാ വർഷങ്ങൾ ഇങ്ങനെ ഏറെയായി ഈ മനുഷ്യൻ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇനി തന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ തനിക്കെതിരെ നടപടിയെടുക്കണമെന്ന് വിൻസെന്റ് പറയുന്നു. കൂടി വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തീരുന്ന ഒരു പ്രശ്നം വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകുന്നു. ആർക്ക് വേണ്ടി? ഇനി ഞാൻ എവിടെ പോകണം? ആരെ സമീപിക്കണം നീതിക്ക് വേണ്ടി? ഞാൻ നടത്തിയത് ഒരു റോങ് അലിഗേഷനാണ് അല്ലെങ്കിൽ എൻ്റെ തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ എനിക്കെതിരെ നടപടിയെടുക്കൂ. ഇതാണോ ഈ രാജ്യത്തെ വ്യവസ്ഥിതി? പ്രവാസി ആയതുകൊണ്ടാണോ? നീതി ലഭിക്കാൻ ഉദ്യോഗസ്ഥരെ കാണാനും പരാതി നൽകാനും ഓരോ തവണ ദുബായിൽ നിന്ന് നാട്ടിലെത്താനായി ചെലവഴിച്ച തുക വേറെയും
ഒരു ഭാഗത്തുണ്ട്. ഞാൻ ഇതിനു വേണ്ടി കുറഞ്ഞത് ഒരു 25 പ്രാവശ്യങ്ങളും പോയിട്ടുണ്ട്. NRA കമ്മീഷൻ്റെ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാൻ 3 പ്രാവശ്യം പോയതിൻ്റെ എയർ ടിക്കറ്റും ഇതെല്ലാം ഉണ്ട്. ആ സമയത്ത് ഭീമമായ എയർ ഫെയറും എടുത്താണ് ഞാൻ പോയത്. കേരളത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല എൻ്റെ പരാതിയല്ലാത്ത. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞു, ഒരു കൃത്യമായൊരു മറുപടി പോലും ഒരു പരാതിക്കും തന്നിട്ടില്ല. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് സർക്കാരാണ് പറയുന്നത്. ഈ കാണുന്ന കടലാസിലുള്ളത് ഇദ്ദേഹത്തിൻ്റെ ജീവിതമാണ്. ഒരു പ്രവാസി ആയതുകൊണ്ടാണോ തനിക്ക് ഇത്തരം നടപടികൾ നേരിടേണ്ടി വരുന്നതെന്നാണ് ഈ പ്രവാസിയുടെ ചോദ്യം. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. കുവൈറ്റിൽ മലയാളി യുവാവ് അന്തരിച്ചു. തിരുവനന്തപുരം മണക്കാട് സ്വദേശി മുരുകനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി ട്രാസ്ക് സംഘാടകർ അറിയിച്ചു. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. എന്താണ് അണ്ടർ വാട്ടർ മെട്രോ? എന്തെല്ലാമാണ് സവിശേഷതകൾ? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽ വന്നത് കൊൽക്കത്തയിലാണ് 1984. 40 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ റെയിൽ നിർമ്മിക്കപ്പെട്ടതും കൊൽക്കത്തയിൽ തന്നെ. ഹൗറയെയും സാൾട്ട് ലേക്കിനെയുമാണ് അണ്ടർ വാട്ടർ മെട്രോ പാത ബന്ധിപ്പിക്കുന്നത്. മൊത്തം 6 സ്റ്റേഷനുകളിൽ 3 ഭൂമിക്ക് അടിയിലാണ്. 16.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയുടെ 10.8 കിലോമീറ്റർ ദൂരം ഭൂമിക്കടിയിലൂടെയാണ്. ഇതിൽ ഹൗറ മൈതാൻ മുതൽ എക്സ്പ്ലനഡ് വരെയുള്ള 4.8 കിലോമീറ്ററിലെ 520 മീറ്റർ ഭാഗമാണ് ഹുഗ്ലി നദിക്കടിയിലൂടെ കടന്നുപോകുന്നത്. മണിക്കൂറിൽ 80 കിലോമീറ്ററാണ് വേഗത. വാഷിംഗ്ടൺ, ലണ്ടൻ, പാരീസ്, ന്യൂയോർക്ക്, ഹെൽസിങ്കി, ടോക്കിയോ, ഷാങ്ഹായ്, മോൺട്രിയൽ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ പ്രമുഖ നഗരങ്ങളിൽ അണ്ടർ വാട്ടർ മെട്രോ സംവിധാനം നിലവിലുണ്ട്. ഈ എലൈറ്റ് പട്ടികയിലേക്കാണ് കൊൽക്കത്തയുടെ പേരുകൂടി ചേർക്കപ്പെടുന്നത്. റിസർച്ച് ഡെസ്ക്, 24. വനിതാ ദിനത്തോടനുബന്ധിച്ച് 24ഉം ഫ്ലവേഴ്സും സംഘടിപ്പിക്കുന്ന പിങ്ക് മിഡ് നൈറ്റ് റൺ നാളെ കൊച്ചിയിൽ നടക്കും. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പ്രമുഖർ മാരത്തണിന്റെ ഭാഗമാകും. രാത്രി 9 മണിക്ക് എറണാകുളം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 5 കിലോമീറ്റർ ദൂരത്തിലാണ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. 15 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കും 30 വയസ്സിന് മുകളിലുള്ളവർക്കുമായി 2 വിഭാഗങ്ങളിലായാണ് മിഡ് നൈറ്റ് റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിജയികൾക്കായി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.